Kerala and Karnataka. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് അഭിമാനപൂരിതം നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതു പശ്ചാത്തലവും ഒരു പൊതു സാഹചര്യമാണ്. ഇന്ന് വരെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന സഹകരണത്തെ യഥാർത്ഥത്തിൽ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാക്കി, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പരിശ്രമം നമ്മുടെ രാജ്യത്തിനകത്തെ ഗവൺമെന്റ് എടുക്കുകയും അതിന് ഗവൺമെന്റിൽ തന്നെ രണ്ടാമനായിട്ടുള്ള അമിത്ഷാ ഇന്ത്യയിലെ സഹകരണ മേഖലയിലൂടെ RSSനും സംഘപരിവാറിനും വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് പലവിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ നടത്തി ചിലത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യം രാജ്യത്ത് ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം രാജ്യത്ത് നടക്കുകയാണ്. ചില സംസ്ഥാനങ്ങൾ നടന്നു വരുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ സഹകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫെഡറൽ തത്വങ്ങളുടെ ഭാഗമായി കൊണ്ട് ഭരണഘടനാപരമായി സംസ്ഥാന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില സമീപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി കൊണ്ടുള്ള ധനകാര്യ ഏജൻസികളുണ്ട്, നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ. ആ നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം വാങ്ങുന്നതിന് കേന്ദ്ര സോഫ്റ്റ്വെയറിന് കീഴിലേക്ക് ഈ കേരളത്തിനകത്തുള്ള ഒരു സ്ഥാപനം, കേരളത്തിൽ കോഴിക്കോട് ജില്ലക്കകത്തുള്ള ഒരു സ്ഥാപനം കേന്ദ്ര ബൈലോയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അവരുടെ ജനറൽ ബോഡി യോഗത്തിനകത്ത് ഒരു ബൈലോ അമെന്റ്മെന്റ് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ നിൽക്കുന്ന ഒരു പൊതു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെയുണ്ട്. ഇന്ത്യ രാജ്യത്തിനകത്ത് എവിടെയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിൽക്ക് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമാണ് ഗുജറാത്തിനകത്തെ ആനന്ദ് മിൽക്ക് സ്ഥാപനം. ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെയും അതുപോലെ ഈ രാജ്യത്തിന്റെ പാലുൽപാദന രംഗത്ത് ലോകത്തിന് മാതൃകയായിട്ടുള്ള സഹകരണ പ്രസ്ഥാനം. ആ സഹകരണ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഗുജറാത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ അതിന്റെ സ്വാധീനവും വളർച്ചയും പ്രവർത്തനവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തെ രാജ്യത്തെ ഗവൺമെന്റിന്റെ ചില ഇടപെടലുകളുടെ ഭാഗമായിക്കൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് ആ ആനന്ദ് മിൽക്ക് സൊസൈറ്റി എന്ന് വലിയ നിലയിലേക്കുള്ള രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗുജറാത്തിനകത്ത് BJP കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗുജറാത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് BJPക്ക് സ്ഥിരമായി വളർന്നു വരുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നു. ഭൂരിപക്ഷമില്ലാത്ത BJP ഇന്ത്യ രാജ്യത്തിനകത്ത് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് കഴിഞ്ഞ തവണ ആരെയെല്ലാമാണോ ഓരോരോ വകുപ്പിന്റെ മന്ത്രിമാരാക്കിയിട്ടുള്ളത് അവരെ തന്നെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ഉന്നതല ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇവിടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ വീണ്ടും കേസുകളായി പോകുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സഹകരണ മേഖലയിലെ ജീവനക്കാരും സഹകാരികളും സംസ്ഥാന ഗവൺമെന്റുമെല്ലാം അതിന്റെ കൂടിയാലോചന നടത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരെ ഉൾപ്പെടെ ഇതിന് അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതല കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും ഡെമോക്രസിന്റെ വാളുപോലെ നമ്മുടെ രാജ്യത്തിനകത്ത് പാസ്സാക്കപ്പെട്ടിട്ടുള്ള ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്നുള്ള ഒരു സംവിധാനം ഇത് ഏതാണ്ട് 60% വരുന്ന നിക്ഷേപമായാലും ഇടപാടുകളായാലും എല്ലാം നടക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സഹകരണ മേഖലയിലാണ്. കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉന്നതതല പഠന സംഘം തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളം സന്ദർശിക്കുന്നതിലൂടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഐതിഹാസികമായ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും നടത്തുക എന്നുള്ളത് സഹകരണ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ചും അതോടൊപ്പം സഹകാരികളെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചുമുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് ഏറ്റവും വലിയ പങ്കുവഹിക്കേണ്ട പ്രസ്ഥാനമാണ്. ചുമതലകൾ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾ ഇന്ന് നടത്തുന്ന സമരത്തിനകത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെ സംബന്ധിച്ചുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഇതിന്റെ ഭാഗം. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തഹസിൽദാർ തസ്തികയിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ജില്ലക്കകത്ത് റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് തഹസിൽദാർ തസ്തികയിൽ നിന്ന് റിട്ടയർ ചെയ്ത് എത്ര ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ഇതിന്റെ കമ്മിറ്റിക്ക് വേണ്ടി കിട്ടും. രണ്ടാമത് ആ സ്ഥലത്തിനകത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിംഗിന്റെ വാല്യുവേഷൻ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ
പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ആ സഹകരണ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ജീവനക്കാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി കൊണ്ട് ഭേദഗതിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ കരടിന്മേൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് കൊടുക്കാം, ഭേദഗതി കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ചിലത് നമ്മുടെ സഹകരണ മേഖലയെ സംബന്ധിച്ച് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ഉപനിയമങ്ങളുടെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരടിന്മേലുള്ള അഭിപ്രായങ്ങൾ സഹകാരികളും സഹകരണ മേഖലയിലെ ജീവനക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്മിറ്റിക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട യഥാർത്ഥം എന്താ വെച്ചാൽ, ഇന്ന് സഹകരണ സ്ഥാപനത്തിലേക്ക് വായ്പയ്ക്ക് കൊണ്ടുവരുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കണം, പലവിധ കാരണം കൊണ്ടാണ് സഹകരണം. നിങ്ങളുടെ എല്ലാവരുടെയും ബന്ധത്തിന്റെ വാല്യുവേഷൻ കമ്മിറ്റി വെറുതെ പോയിട്ട് വാല്യുവേഷൻ നടത്തുവോ? അപ്പൊ യഥാർത്ഥം എന്താ വെച്ചാൽ, വാല്യുവേഷൻ ഒരു ഫീസ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നിശ്ചയിക്കേണ്ടതായി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പോ ഒരു അംഗീകൃത എഞ്ചിനീയർ വാല്യുവേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു വസ്തുവിന്റെ വാല്യുവേഷൻ നിശ്ചയിക്കുന്നതിന് വേണ്ടി പോയാൽ മിനിമം 2000 രൂപ കൊടുക്കണം. ഇവിടെ ഒരു തഹസിൽദാരോട് കൂടുമ്പോഴത്തേക്ക് അത്രയായി 4000 രൂപ ചുരുങ്ങിയതാവും. ഏറ്റവും ചുരുങ്ങിയത് വാല്യുവേഷന് വേണ്ടി മാത്രം ഫീസ് 5000 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ഫീസ് വേണ്ടി വരും. ഈ ഫീസ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, പോയി നോക്കിയാലേ ഈ വായ്പ കൊടുക്കാൻ പറ്റും. അങ്ങനെ പോയി വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് അയാൾക്ക് ഈ വായ്പ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വാല്യുവേഷൻ ഫീസ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫീഡർ കാറ്റഗറിയുടെ ഭാഗമായിക്കൊണ്ട് പാർട്ട് ടൈം സ്വീപ്പർമാരെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ആ കാര്യങ്ങൾ എന്തുകൊണ്ട് കേരളത്തിന്റെ സഹകരണ മേഖലയിൽ നമ്മളത് നിരവധി തവണയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്, സഹകാരികളെ സംബന്ധിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി പാർട്ട് ടൈം സ്വീപ്പർമാർ ഉൾപ്പെടെയുള്ള സബ് സ്റ്റാഫുകളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് സഹകരണ വകുപ്പിനകത്ത് ചില ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടിന്റെ കുറവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ആ കാഴ്ചപ്പാടിന്റെ കുറവിന്റെ ഭാഗമായി കൊണ്ട് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുകയാണ്. അപ്പൊ അത്തരം സമീപനം കൊണ്ട് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ബന്ധപ്പെടുകയോ. അതുപോലെ തന്നെ സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർ തന്നെ ഉത്തരവിട്ട് ചില സഹകരണ സ്ഥാപനങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നിക്ഷേപം കൊടുക്കേണ്ടി വരും. ആരാ ഉത്തരവിടുന്നത്? ജോയിന്റ് രജിസ്ട്രാറും അതുപോലെ തന്നെ സഹകരണ രജിസ്ട്രാറുമാണ് ഉത്തരവ്. ആ ശ്രമം നടക്കുമ്പോ ഇതിനെ ഒന്ന് വേർതിരിച്ച് കാണണം എന്നാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ, ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് സഹകരണ വകുപ്പ് തയ്യാറാക്കപ്പെടുന്ന ഒരു ബാലൻസ് ഷീറ്റിന്റെ ഭാഗമായിക്കൊണ്ട് ലാഭനഷ്ട കണക്കുകൾ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ചാർട്ടേഡ് അക്കൗണ്ട് ആ തീരുമാനം പുനഃസ്ഥാപിക്കണം എന്നാണ് ഈ മാർച്ചിന്റെ ഭാഗമായിക്കൊണ്ട് മുന്നോട്ട് വെക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അതോടൊപ്പം ഇപ്പോ സംസ്ഥാന സർക്കാർ 2013 പ്രഖ്യാപിച്ചിട്ടുള്ള 73/13 സർക്കുലർ അത് നടപ്പാക്കണ്ട എന്നുള്ള അഭിപ്രായം ആർക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡിമാൻഡിന്റെ ഭാഗമായി കൊണ്ട് അത് നടപ്പാക്കണ്ട എന്നുള്ള അഭിപ്രായം യൂണിയൻ ഇല്ല. അതായത് നിക്ഷേപത്തിൽ നിന്നും ശമ്പളം എടുത്തു കൊടുക്കേണ്ട സാഹചര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മാംശത്തിലുള്ള പരിശോധന നടത്തി ആ സൂക്ഷ്മാംശത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയ്ക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കും എന്ന പ്രതീക്ഷയാണ്, പ്രവർത്തനമാണ് ഈ കേരളത്തിനകത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, പെൻഷൻ വിതരണം ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഒരു പദ്ധതിയാണ്, അത് ഏറ്റവും വലിയ ജനകീയ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ സഹകരണ വകുപ്പാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ആദ്യം 40 രൂപ ഒരു പെൻഷൻ കൊണ്ടുപോയി കൊടുത്താൽ കളക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആളുകൾക്ക് എന്തുണ്ടായിരുന്നു, കൊടുക്കാൻ കഴിയുക. ഇപ്പൊ അതെന്തായി കുറച്ചു, 25 കുറച്ചു, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോ ഒരു വർഷത്തിലേറെയായി ആ കൊടുക്കുന്നതിന്റെ പൈസ ആർക്കും കൊടുക്കുന്നില്ല, ബാങ്കുകൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം. 2014 അന്നത്തെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. അത് പ്രാഥമിക ബാങ്കുകളെ ബന്ധപ്പെടുന്ന വിഷയമാണ്. പിൽക്കാലത്ത് ഗവൺമെന്റ് തരും. എന്നാൽ 2014 പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് ഉത്തേജക പലിശ ഇളവ് എന്നുള്ളതാണ്. ആ ഉത്തേജക പലിശ ഇളവ് എന്ന് പറയുന്നത് 2024 വരെയാവും. ആ സ്ഥാപനങ്ങളെ
പുനരുദ്ധരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനമുണ്ട്. അതിന് നിരവധി സംവിധാനങ്ങൾ സംസ്ഥാനത്തിനകത്തുണ്ട്. ആ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടി നിർവഹിച്ചാൽ ഒരു പരിധിവരെ ഈ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയും. അതോടൊപ്പം നമ്മുടെ നാടിന്റെ സഹകരണ മേഖലയെ സംബന്ധിച്ച് വലിയ നിലയിലേക്കുള്ള ജനങ്ങൾക്കിടയിൽ അപമതിപ്പ് സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ആ സ്ഥാപനങ്ങളെ മികവുറ്റ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ എന്ന കാര്യത്തിലും സംശയവുമില്ല. ഇന്നലെ നമ്മൾ നിർവഹിച്ചതിനേക്കാൾ കൂടുതൽ നല്ല സത്യസന്ധതയോടുകൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്തുകൊണ്ടും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കൂടി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നിർവഹിക്കുന്നുണ്ട്. സംരക്ഷണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിനകത്ത് വരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും സഹകാരികളും മുന്നിട്ട് ഇറങ്ങണം. വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഇതിനെ മറികടക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള സമരം നടത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലും മറ്റ് ജില്ലകളിൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിലുമാണ് സമരം നടത്തുന്നത്. സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രാസംഗികനും ഏറെക്കുറെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ വിരുദ്ധ നയങ്ങളാണ്. 2021 സഹകരണ മന്ത്രാലയം നമ്മുടെ രാജ്യത്തിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് പി ജാനകി സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കുകയാണ്. സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ സംഘടനയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ. ഒരുപാട് കാലം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സഹകരണ വകുപ്പ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ 73/2013 സർക്കുലർ, അതിന്റെ 2013 ഇറക്കിയ ഒരു സർക്കുലറിനെ പൊടിതട്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ പ്രയോഗിക്കുന്നതിന് ആവശ്യമായ അത്തരം സ്ഥാപനങ്ങളെ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വേണം, സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്. നമുക്കറിയാം, ഒരു സ്ഥാപനം എങ്ങനെയാണ് നഷ്ടത്തിൽ പോകുന്നത്. കേരള സംസ്ഥാനത്തിലെ 48% സംഘടനകൾ നഷ്ടത്തിലാണ്. പല സംഘടനകളും നെറ്റ്വർക്ക് മറ്റു പ്രവർത്തനങ്ങളാക്കി KSRTC മേഖലയിൽ ശമ്പളം പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കാശില്ല. ഗവൺമെന്റിന് കാശില്ലാതിരിക്കുന്ന സഹകരണ സംഘങ്ങളോടാണ് കാശ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് കാശിന് ബുദ്ധിമുട്ട്. ആ വായ്പാ പദ്ധതിയുമായി നമ്മൾ നൽകിയ വായ്പയ്ക്ക് പൈസ നമ്മൾക്ക് കിട്ടുന്നില്ല. ഒരുപാട് പലിശ കുടിശ്ശികയാണ്. അതുപോലെ തന്നെ കാർഷിക വായ്പയുമായി ബന്ധപ്പെട്ട് സ്റ്റിമുലസ് ഇൻട്രസ്റ്റ് 2012 ശേഷം 10-12 വർഷക്കാലം നമ്മൾ കൊടുത്ത വായ്പയ്ക്ക് 4% പലിശ ഈ സംഘങ്ങൾക്ക് കിട്ടാനുണ്ട്. നമ്മുടെ മലയോര മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ സംബന്ധിച്ച് വരുമ്പോ ഭരണഘടനാപരമായ ചില നടപടിക്രമങ്ങൾ കൂടി രാജ്യത്തിനകത്ത് ഉണ്ടാവുക. നിർഭാഗ്യവശാൽ ഇന്ത്യ രാജ്യത്തിനകത്ത് BJPക്ക് 2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും രാജ്യത്തിന്റെ പാർലമെന്റിൽ വീണ്ടും അധികാരം ലഭിക്കുകയും സ്വീകരിച്ചു വരുന്നതാണ്. അതിനുവേണ്ടി നിലവിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക, അത് ദുർബലപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആ പൈലോ അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനങ്ങളെ മാത്രം തുടർന്ന് നീക്കുന്ന സാഹചര്യവും സാധ്യതയും വെച്ചുകൊണ്ടുള്ള സഹകരണ നിയമങ്ങൾ രാജ്യത്തിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. സംവിധാനം ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് അതുപോലെ തന്നെ സഹകരണ നിയമം നമുക്കറിയാം. കേരളത്തിനകത്തൊരു സഹകരണ അതുപോലെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള അതിന് സംസ്ഥാനത്ത് പാസ്സാക്കപ്പെട്ടിട്ടുള്ള പുതിയ സഹകരണ ഭേദഗതി അതിനുള്ള ആ വകുപ്പുകളുടെ ഭാഗമായി. അപ്പൊ എങ്ങനെയാ റെഡിയല്ലേ? ഒക്ടോബർ 2 മുതലുള്ള മാറ്റത്തിന് ഞങ്ങൾ റെഡിയായി. നിങ്ങളോ? ആരെങ്കിലും വേസ്റ്റ് എറിയുന്ന ഫോട്ടോ എടുത്ത് നിങ്ങൾ നൽകിയാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് 2500 രൂപ. അതായത് ആരെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കണ്ടാൽ അത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ നൽകിയാൽ
തദ്ദേശ വകുപ്പ് 2500 രൂപ പാരിതോഷികമായി നിങ്ങൾക്ക് നൽകും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാലിന്യം തള്ളുന്ന ഫോട്ടോകളോ വീഡിയോകളോ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴയുടെ 25%, 2500 രൂപയോ ആയിരിക്കും ഇങ്ങനെ ലഭ്യമാവുക. പരാതി നൽകി 30 ദിവസത്തിനുള്ളിൽ പിഴ ഈടാക്കി വിവരം നൽകിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തും. ഇത്തരത്തിൽ തെളിവോടെ പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഫോട്ടോ സഹിതം പരാതി നൽകുന്നവരുടെ പേരും വിവരങ്ങളും യാതൊരു കാരണവശാലും പുറത്തുവിടരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഒരു നടപടിയിലൂടെയെങ്കിലും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്ന പരിപാടി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റു വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം. ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.